കുഞ്ഞാപ്പോ എവിടേക്കാണ്? എന്താണ് ഈ കുട്ടിൻകുട്ടി ഒന്ന് മേടിച്ചിട്ടുള്ളൂ. സുബൈദാത്താൻ്റെ രോഗിയാണ് മാനായിട്ട്. അപ്പൊ പുട്ടുംകൂറ്റി മേടിച്ചിട്ട് കൊണ്ടെടുക്കാത്തതിന് എത്ര പറിച്ചത്. പുട്ടുംകൂറ്റി ഉണ്ടെങ്കിൽ കൊണ്ടിട്ടാണ് ആകെ 2 ആഴ്ച ആയിട്ടുള്ളൂ. ഉമ്മ പറഞ്ഞു ആകെ 2 ആഴ്ച മേടിച്ചു കൊടുത്തിട്ട് കൊണ്ടെടുക്കാത്തതിന് ഇങ്ങനെ പുറത്തുണ്ടാക്കും. എന്തായാലും ഇവിടെ വരുമ്പോ പറയാത്ര ജാനസിനോട് ഒന്നും കൊണ്ടുപോയാലും ഇത് കിട്ടൂല, ഒരു സാധനം കൊടുക്കാൻ പറ്റൂല, ഞങ്ങൾക്ക് എന്തെങ്കിലും കറി ചാറൊക്കെ തരൂട്ടാ. എന്നിട്ട് പറയാത്ര ചാറൊക്കെ എന്തെങ്കിലും കൊടുത്തു പാത്രം പിന്നെ കിട്ടൂല. എന്നൊക്കെ ഞങ്ങൾ മേടിച്ചാൽ കൊണ്ടുകൊടുക്കൂല. അതാണ് കൊണ്ടെടുക്കല്ലേ ഞങ്ങൾക്ക് പല ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ കൊണ്ടെടുക്കും. നാളെ സ്ഥിരം പറ്റിയിരുന്നു ഇന്ന് പുട്ടും തൂക്കായില്ലേ? പുട്ടും തൂക്ക് കൊണ്ടെടുക്കാനായിട്ട് ഇങ്ങനെ പറഞ്ഞു. ഇത് അമ്മ അത് വേഗം കൊണ്ടുപോകാം. ഉമ്മ അവിടുന്ന് എന്തൊക്കെ പറയണ്ടല്ലോ. ഉമ്മ തന്നെ ഉമ്മ പറഞ്ഞ ഒന്നല്ലടാ. ഇന്നലെ അക്കാര്യത്തിന് വിളിച്ചില്ലടാ, വരാത്ത നോമ്പല്ലേ. എന്നിട്ട് ഉമ്മ ഒറ്റക്ക് നോമ്പ് വെച്ച് ഇന്നെ വിളിച്ചില്ല. ഉമ്മ അറിയാ അത്താഴത്തിന് ഞാൻ തിന്നും ചെയ്യും, നേരം വെക്കുമ്പോ ചേരും ചെയ്യും. നേരം വെളുത്ത് നിങ്ങൾക്ക് വേറെ ചായ തരും തരുന്നിട്ട് ഉമ്മനെ വിളിച്ചില്ല. എന്നിട്ട് ഉമ്മാക്കിനെ വിളിക്കാതെ ഞാൻ നോമ്പ് വെച്ചിരുന്നില്ലല്ലേ. ഉമ്മ എങ്ങനെ വിളിക്കാ? നോമ്പ് വിളിക്കണ്ടേ? 24 മണിക്കൂർ തിന്നത് എനിക്ക് എന്ത് നോമ്പാ? പഴിച്ചിട്ടല്ലേ ഞാൻ തിന്നത്. എന്നാലും ഉമ്മ വിളിച്ചില്ലല്ലേ. ഇമ്മ ആണെങ്കി പണിക്കും പോയിട്ടില്ല നോമ്പായ കാരണം. ഇന്നലെ ഉണ്ട് ഉമ്മ മോനെ എന്നിട്ട് ഔല് കൊണ്ടു വെച്ചിട്ട് ഇന്നോട് ഒരാളാ എനിക്ക് കഴിച്ചാൽ നോമ്പ് വെച്ചിട്ട് ചോറക്കാനും ഞാനങ്ങ് ഉച്ചക്ക് തിന്നുവാണ്. എന്നിട്ട് ദേഷ്യം പിടിക്കുക. ഇക്കാണെങ്കിൽ പഴിച്ചിട്ട് പോയി ഔല് തിന്നാല് കമ്പനിയിൽ ആവുമോ? ഉച്ചക്ക് ചോറ് തിന്ന് വെച്ചിട്ടില്ല, കഞ്ഞി എന്തെങ്കിലും വെച്ചല്ലേ നോമ്പല്ലേ. അപ്പൊ ഇന്നത്തെ നോമ്പാടാ. അന്ന് ഉമ്മക്ക് എന്നെ വിളിച്ച് ഞാനും നോമ്പ് വെച്ച് ഇന്നില്ലേ നോൽക്കും. ആകെ പോട്ടെ. പിന്നെ ഈ ഉമ്മ അതാണ് ഉമ്മ പറഞ്ഞ വെയിലത്തിറങ്ങണ്ടാന്നല്ലേ? ഉമ്മ വെയിലത്തിറങ്ങാനില്ല, ഡെയിലി കൊള്ളു. അത്ര കൊണ്ടുണ്ടെങ്കിലേ ബജ്ജായൊക്കെ വരുവായിരുന്നു. അപ്പൊ ഉമ്മ പറഞ്ഞു അത് ഞാൻ തന്നെ കൊണ്ടിടക്കണ്ടേ നിന്നെ. ഇതൊക്കെ പോയിക്കോട്ടെ ഞാൻ വലിയ ആളായില്ലേ. ഉമ്മ പറഞ്ഞ കാര്യാണ്. അപ്പൊ ഉമ്മ പറഞ്ഞു വേറെ പണിയൊന്നും ചെയ്യല്ലോ, ഈ കുട്ടിക്കുട്ടി കൊണ്ട് കൊണ്ടുകൊടുത്താളെ ഞാൻ സുബൈദ നടന്ന് പറയണ്ട. സുബൈദാണെങ്കിൽ ഇപ്പൊ വലിയ കമ്പനി അയക്കണേ. സുബൈദാക്ക് ഇനി പറയാനൊന്നും ഇല്ല. ഉമ്മ അല്ല എല്ലാരോടും നടന്ന് പറഞ്ഞിരിക്കുന്നു സുബൈദാനെ പറ്റിട്ട്. സുബൈദ ഓളിപ്പോ വലിയ പണക്കാറ്റിയായിരുന്നു. അന്ന് ഇവിടെ കഞ്ഞിക്കളത്തിൽ വന്ന ആൾക്കാരാണ്. ഇപ്പൊ വലിയ പണക്കാറ്റി ആയപ്പോളേ ഗൾഫിലൊക്കെ മാപ്പിള ഗൾഫിലല്ലേ. ഇപ്പൊ ഇമ്മാന്റെ സോപ്പിടാൻ വന്നിട്ട് നോക്കണ്ട. ഇമ്മാന്റെ സോപ്പിടാൻ വന്നിക്കണ്. ഞാൻ ഇമ്മി നടന്ന് പറയണ്ടേ. ഓള് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഓളോട് ആരാ പറയുന്നത്ര ഓരെ വെറുപ്പിക്കണ്ട, വെറുപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പള്ളി മോനും നടന്ന് പറയുന്നതാണ്. സുബൈദ അങ്ങനത്തെ ജോഗിങ് കൂടാൻ വന്നത്. തെറ്റി നടക്കണ്ട. തെറ്റി നടക്കാനനുസരിച്ച് അവളെ വായിലെ നാവ് കണ്ടിട്ടുണ്ടെങ്കിൽ അതൊന്നും കാര്യാക്കണ്ട. പിന്നെ മൂത്താപ്പ വരില്ലേ? അപ്പൊ മൂത്താപ്പാക്ക് വെച്ചാടാ നല്ല പ്രായമായി വരില്ലേ. എനിക്ക് തന്നെ ഇപ്പൊ പ്രായമായി കൊണ്ടിരിക്കുന്നത്. മൂത്താപ്പാന്റെ പ്രായം എന്താവൂലേ? മൂത്തമ്മേ ആരും വരില്ല ഇപ്പൊ. ഞങ്ങൾ ദിവസം പോണം, നോമ്പിന് മുന്നേ പോണം, എന്നാലല്ലേ തിന്നാൻ പറ്റുള്ളൂ. ശരി, നോമ്പായ ഒന്നും കിട്ടൂല. ഞാൻ പോട്ടെ. അല്ല കുഞ്ഞാപ്പ എവിടേക്ക് പോണ് ചോദിക്കട്ടെ? എനിക്ക് പിരാന്തുണ്ട്, അത് കൊണ്ടുകൊടുക്കാനാ. പിന്നെ കൊണ്ടുകൊടുക്കാം. പിന്നെ കൊണ്ടുകൊടുക്കാത്ത അന്നത്തെ വർത്താനം പറയുന്നെങ്കിൽ നേരം പോകുന്ന അറിയില്ല. നേരൊന്നും പെറുപ്പിക്കണത്. ഇതിപ്പോ പൊട്ടി ചുട്ടന്നിട്ട് പൊട്ടി ചൂടാതെ ഞങ്ങൾ പൊട്ടിക്കൊട്ടി കാഴ്ച കൊണ്ടു വെച്ചേക്കാടാ. ശരി, എത്ര കഷ്ണം തിന്നു? ഞാൻ 4-5 കസം തിന്നിക്കുന്നു. 4-5 കസം തിന്നിക്കുന്നു. 5 കസം പപ്പടം ഇഷ്ടമാണ്. ആരാ വരുന്നത്? ഞാൻ പോട്ടെ. എന്ത് പറഞ്ഞു? അല്ല ഞാൻ കുഞ്ഞാപ്പൂ കണ്ടപ്പോ വർത്താനം പറഞ്ഞു. ഒന്നും ഓഫീസിലില്ല. നിങ്ങൾ എന്ത് പോനെ അത്താഴത്തിന് വിളിക്കാഞ്ഞ്? പുട്ടും തൂക്കായിട്ട് പോകണ്ട. 10 ദിവസമായിട്ട് അത്ര കൊണ്ടുകൊടുക്കണേ. എന്തേ? അത് ശരി.
പിന്നെ അവന് കുഞ്ഞാപ്പ് പറഞ്ഞാണ് ഇവിടെ 10 ദിവസമായി 10-15 ദിവസമായി ഇത് കൊടുന്നിട്ട് എന്നോട് മുണ്ടണ്ടൊക്കെ നോമ്പാണെന്ന് എല്ലാവർക്കും ഉണ്ട് നോമ്പ് എല്ലാവർക്കും ഉണ്ട് നോമ്പ് പറ്റിട്ട് അല്ല കുഞ്ഞാപ്പിനെ എന്താ വിളിക്കാൻ അതാപ്പോ എനിക്ക് വിഷമം കുഞ്ഞാപ്പിനെ വിളിച്ചില്ലത്ര അത്താഴത്തിന് പറഞ്ഞ് ഇവിടെ ഒന്നും തിന്നാനില്ലാന്നും പറഞ്ഞ് അല്ല കുഞ്ഞാപ്പ് എന്ത് എവിടക്കാണോ കൊണ്ടുകൊടുക്കണേ എന്നോട് പറഞ്ഞിരിക്കണം എന്നാലും തഥാണ്ട് ചോദിക്കാണ്